ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങളോട് നിയമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്ന പോലെ നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും ആ കുടുംബത്തിന് നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. വലിയ മേന്മയായി സഹായം നൽകിയത് വിളിച്ചു പറയല്ലേ മന്ത്രി, ജീവന്റെ വിലയല്ലേ? വിഷമമുണ്ടാവും, സങ്കടമുണ്ടാവും. പക്ഷെ അവരാരും അക്രമാസക്തരായി ഗവൺമെൻറ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ കാണുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധ ശബ്ദങ്ങളാണ്. സ്വാഭാവികമാണ്, മരിച്ചു വീഴുന്നത് കൂടപ്പിറപ്പുകളാണ്, മനുഷ്യരാണ്, വികാരമാണ് പൊട്ടും. മാധ്യമ സുഹൃത്തുക്കളും ഇത് വനത്തിനകത്ത് ഉള്ളതാണ് എന്ന കാര്യം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രാധാന്യം നൽകാതെ മറ്റെല്ലാ സ്ഥലത്തും ഉണ്ടായതുപോലുള്ള വന്യജീവി ആക്രമണത്തിൻ്റെ ഗണത്തിൽ ഇതും പെടുത്തുന്നത് എത്രത്തോളം യുക്തിസഹമാണ് എന്ന് നിങ്ങളെല്ലാവരും ആലോചിക്കുക. വനത്തിനുള്ളിലായാലും പുറത്തായാലും മരിക്കുന്നത് മനുഷ്യരാണ്. കാട് ആദിവാസികളായ കുറച്ചു മനുഷ്യരുടേത് കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആറളം, വയനാട്, ആതിരപ്പള്ളി, വാഴച്ചാൽ, ഇടുക്കി തുടങ്ങിയ മേഖലകളിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള വന്യജീവികളുടെ സാന്നിധ്യവും അക്രമവും ഉണ്ടാകുന്നുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ടീം ഈ എല്ലാ പ്രധാന പ്രദേശങ്ങളും അവിടുത്തെ റേഞ്ച് വാച്ചർമാർ ഉൾപ്പെടെയുള്ളവരുടെ കൂടിയാലോചന നടത്തി ഒരു ആക്ഷൻ പ്ലാൻ, അടിയന്തര ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തായി ആക്ഷൻ പ്ലാൻ? വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. പക്ഷേ അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും വളരെയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഖേദകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പ്രതിവിധി കാണാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഒരു സർക്കാർ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നടത്തിയ തീവ്ര ശ്രമവും ഫലം കണ്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ കാട്ടാനക്കല്ലിയിൽ ഒടുങ്ങേണ്ടി വരുമോ എന്ന് ഭയന്ന ഒരമ്മ, മന്ത്രിയോട് നേരിട്ട് പരാതി പറഞ്ഞ ഒരു സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആനയെ കണ്ടിട്ടുണ്ടോ പോകുന്ന വഴിക്ക്? പുള്ളി പോകുമ്പോ കാണിക്കും, നിങ്ങൾ അങ്ങോട്ട് പോകും. ആന നേരെ വരുമോ, കൊച്ചു വീണ് ആന പേടിച്ചോണ്ട് കൊച്ചു. ഉൾക്കാടിനകത്ത് പോയി കാണാതായവരുടെ പ്രശ്നമാണ്. കാട്ടിനകത്തേക്ക് പോകുന്നത് എന്ത് തരത്തിലായിരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ. പക്ഷെ ഞാൻ അതിലേക്ക് പോകില്ല. അങ്ങനെ സംഭവിച്ചെങ്കിലും സർക്കാർ നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതിൻ്റെ ശരിതെറ്റുകൾ നോക്കാതെ നൽകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. ന്യായീകരിച്ചും അടുത്ത മന്ത്രി ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ യോഗം വിളിച്ചു. ഒടുവിൽ മൗനത്തിൽ മുങ്ങി. ജനങ്ങളെ അഭിമുഖീകരിക്കാനാകാതെ വാർത്താ സമ്മേളനം വരെ മാറ്റി. വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാൻ 10 കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോഴും നെഞ്ചു പൊട്ടി മരിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് മരണത്തെ ഭയന്ന് നമ്മുടെ മലയോരത്ത് മനുഷ്യർ ജീവിക്കുന്നു. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.